ഹായ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന തന്തൂരി ചിക്കനാണ്. നല്ല ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തന്തൂരി ചിക്കൻ ഉണ്ടാക്കാം. അത്ര അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് മാരിനേഷന് കുറച്ച് സമയം എടുക്കുന്നുള്ള മാത്രം ആവശ്യമുള്ളൂ. 2 ടൈപ്പ് മാരിനേഷനാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ നാരങ്ങാനീര് അല്ലെങ്കിൽ വിനാഗിരി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ അതിനൊന്ന് ചിക്കനിൽ പറ്റി വയ്ക്കുക. അതായത് നമ്മൾ നാരങ്ങാനീരൊക്കെ ഒഴിക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കണേ. പിന്നെ ഉപ്പും ഇഞ്ചി വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്ത് എടുക്കുന്നത്. ഇത് പരട്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം വെക്കണം ചിക്കന്. ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ വെച്ചാൽ മതി കേട്ടോ ചിക്കൻ. അത്രയ്ക്ക് ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ സെക്കൻഡ് മാരിനേഷൻ ചെയ്യുമ്പോൾ കുറേ സമയം വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒന്ന് ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടി മാത്രം വെച്ചാൽ മതി. പിന്നെ ആ ഉപ്പൊക്കെ നന്നായി പിടിച്ച് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ സെക്കൻഡ് മാരിനേഷൻ ചെയ്യണം. അതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തൈര് വേണം. തൈരിനെ നമ്മളൊരു തുണിയിൽ കെട്ടി തൂക്കിയിടണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ പോയിട്ട് ഒരു 5-6 മണിക്കൂർ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൽ വെള്ളമൊക്കെ പോയി നല്ല കട്ടിയുള്ള തൈര് കിട്ടും. ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്തുണ്ടായിരുന്നു തൈര് കെട്ടി തൂക്കിയതിന് ശേഷം കിട്ടിയത് കേട്ടോ. പിന്നെ അതിൽ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്, സാധാ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി എന്തിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ചേർക്കണില്ല, അപ്പോൾ നമുക്ക് നല്ലൊരു കളർ കിട്ടണം. പിന്നെ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടാട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്, കസൂരി മേത്തി ചേർത്തിട്ടുണ്ട്, പിന്നെ ഗരം മസാല പൊടി ചേർത്തിട്ടുണ്ട്, കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, ജീരകപ്പൊടി ചേർത്തിട്ടുണ്ട്, മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, ചാറ്റ് മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പിടുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം, കാരണം നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉപ്പ് അധികം ആവാതെ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഉപ്പ് വല്ലാണ്ട് സ്വാദവും ഉപ്പിൻ്റെ അപ്പോൾ നമുക്ക് പിന്നെ കഴിക്കാൻ പറ്റാണ്ടാവും. അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഇപ്പം എന്നിട്ട് ഈ മസാലേനെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ വശത്തും നല്ലോണം ആവണം കേട്ടോ എല്ലാം. അതിന് ശേഷം മാത്രം എന്നിട്ട് നമ്മളൊന്ന് ചിക്കനിൽ പരട്ടി കൊടുക്കുക. നന്നായിട്ട് പരട്ടി കൊടുക്കണം. നമ്മളങ്ങനെ വരിഞ്ഞ് വെച്ച ചിക്കനല്ലേ, വരിഞ്ഞ ചിക്കൻ്റെ ഉള്ളിലൊക്കെ മസാല ആവണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കടുകെണ്ണ ഒഴിച്ചിട്ടുണ്ട്. സാധാരണ ടിക്കയിലും തന്തൂരിയിലൊക്കെ കടുകെണ്ണയാണ് ചേർക്കുക. നിങ്ങൾക്ക് അതിൻ്റെ സ്വാദ് ഇഷ്ടമില്ല എന്ന് വെച്ചാൽ ചേർക്കണമെന്നില്ല. സാധാരണ ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിച്ചാലും മതി കേട്ടോ. ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിക്കണേ. വെളിച്ചെണ്ണ ടേസ്റ്റ് ഉണ്ടാവില്ല, റിഫൈൻഡ് ഓയിലാണ് നല്ലത്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ആ ചിക്കനിൽ ഇതൊക്കെ ഒന്ന് പരട്ടി കൊടുക്കുക. പിന്നെ എൻ്റെ പരട്ടി കഴിഞ്ഞപ്പോൾ എൻ്റെ തൈരിന് അധികം പുളി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ തൈരിന് നല്ല പുളി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വല്ലാണ്ട് പുളി അധികമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇതിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പുളിയൊക്കെ നന്നായി ശ്രദ്ധിക്കണേ. ഉപ്പും പുളിയൊക്കെ നന്നായി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് നല്ലത്. ഇപ്പം ഞാനിങ്ങനെ മസാല പരട്ടിയിട്ട് ഒരു രാത്രി വെക്കുക ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4-5 മണിക്കൂർ വെച്ചാലും മതി. 4-5 മണിക്കൂർ ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും വെക്കാൻ നോക്കണേ. എന്നാൽ മാത്രമാണ് ഇതിലിതൊക്കെ പിടിച്ച് കിട്ടുള്ള എരിവൊക്കെ. ഒരു രാത്രി വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായ ചിക്കൻ തന്നെ കിട്ടും. കണ്ടില്ലേ, ഇപ്പോൾ എല്ലാ മസാലയും മേടിച്ചിട്ട് എടുത്ത ചിക്കനാണിത്. ഇനി നമുക്കിതിനെ നമ്മൾ തന്തൂരി അടുപ്പൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടിച്ചട്ടി എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ പൊട്ടിച്ചെടുക്കുക ചെയ്തത്. അതുപോലെ തന്നെ എനിക്ക് അടുപ്പില്ല, അപ്പോൾ കണൽ കിട്ടാനും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ചിരട്ടിയും ചകിരിയൊക്കെ കിടന്നിരുന്നു, അതിനൊക്കെ ഒന്നെടുത്ത് കത്തിച്ചെടുത്തു. എന്നിട്ട് പിന്നെ ഇതിലിടുക ചെയ്തത്. നമുക്ക് ആദ്യത്തെ പ്രാവശ്യം ഇടുമ്പോൾ ഒരിത്തിരി നല്ല തീ വേണം. അതൊന്ന് പെട്ടെന്ന് ആ കോട്ടിങ് ഒന്ന് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ തീ കുറയ്ക്കണം കേട്ടോ. പിന്നെ ഈ തീയിലിട്ട് വേവിച്ചാൽ ഉള്ളു വേവില്ല, നമ്മുടെ ചിക്കൻ പുറം കരിഞ്ഞ് കിട്ടും ചെയ്യും. അങ്ങനെ പാടില്ല, ഒന്ന് തീ കുറച്ച് കൊടുക്കുക. പിന്നെ മസാല എന്തായാലും വെള്ളമായിട്ട് വന്നിട്ടുണ്ടാവും, അപ്പോൾ മസാലയൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റായി കിട്ടും ചെയ്യും, മസാലകൾ നന്നായി പിടിക്കും ചെയ്യും കേട്ടോ അതിൻ്റെ മുകളിൽ. പിന്നെ കണൽ കൂടുതലാണെന്ന് തോന്നുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മാറ്റിയിട്ട് കൊടുത്താൽ മതി, കുറച്ച് കണൽ. പിന്നെ വേണമെങ്കിൽ നമ്മളത് ഇട്ട് കൊടുത്താൽ മതി കണൽ കുറയുമ്പോൾ. ഉണ്ടല്ലേ, ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒരുവിധമായി തുടങ്ങിയിട്ടുണ്ട്. ഈ നേരത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി മസാലയുടെ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ വെണ്ണയും കുറച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ ആയാലും നല്ല ഇതിൽ കിട്ടും, സോഫ്റ്റിൽ കിട്ടും ചിക്കൻ. എന്നിട്ട് പിന്നെ ഫസ്റ്റ് ബാച്ച് എടുത്തതിന് ശേഷം ഞാൻ പിന്നെയും സെക്കൻഡ് ബാച്ചും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുത്തു.
ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ പാനിൽ ചെയ്യാം. പാനിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് എണ്ണ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് അതിൽ നമ്മൾ സാധാരണ ഇത് വറുത്തെടുക്കണ പോലെ ഒന്ന് വറുത്തെടുക്കുക. കുറേ വെളിച്ചെണ്ണ വേണ്ട, ഒരു 2-3 സ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അതായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കണലുണ്ടല്ലോ, കണലിൻ്റെ ഒരു പാത്രത്തിൽ നന്നായി കണലിനെ ചൂടാക്കി എടുക്കണം. എന്നിട്ട് ഒരു പാത്രത്തിലിടുക. ആ പാത്രത്തിൽ ചൂട് കൊടുക്കണേ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ചിക്കനിലൊക്കെ ഒരു തന്തൂരിയിലൊക്കെ ഉണ്ടാക്കിയ ഒരു എഫക്റ്റ് കിട്ടും, ഒരു മണം കിട്ടും. അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാധാരണ ഫ്രൈ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ്. ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.